വരുത്തുപോക്ക് കണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണിത്. അദ്ദേഹം കണ്ട വരുത്തുപോക്ക് മറ്റ് വരുത്തുപോക്കുകളിൽ നിന്നും അല്പം വിചിത്രമായിരുന്നു. നമ്മുടെ കേരളത്തിലെ സങ്കല്പങ്ങളിൽ വരുത്തുപോക്ക്, എതിർപോക്ക് എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതിൽ ചില സ്ഥലങ്ങളിൽ വരുത്തുപോക്കായും, ചില സ്ഥലങ്ങളിൽ അതിനെ എതിർപോക്കായും, ചില സ്ഥലങ്ങളിൽ അതിന് തേര് പായുന്നതായും, അല്ലെങ്കിൽ ചിലർക്കത് ദേവീദേവന്മാരുടെ സഞ്ചാരമാണെന്നും പറയും. ഈ സഞ്ചാരപാതയിൽ അവർക്ക് വിപരീതമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ ആ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. എൻ്റെ ഈ സുഹൃത്ത് മലപ്പുറം ജില്ലയിൽ പന്തല്ലൂർ എന്ന ഈ പ്രദേശത്തുള്ള ഒരു സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ പേര് മഷഹൂർ എന്നാണ്. മഷഹൂർ എനിക്ക് അവൻ്റെ ഈ അനുഭവം പറഞ്ഞു തരുന്ന ഈ സമയത്ത് അവൻ പറഞ്ഞു കേട്ട ഈ അനുഭവം എനിക്കല്പം വിചിത്രമായി തോന്നി. അവൻ അന്ന് രാത്രി അവൻ്റെ ഉപ്പയാണെന്ന് കരുതി അവൻ വിളിച്ചിരുന്നത് ഒരു നിഴൽ രൂപത്തെ. ആ നിഴൽ രൂപം അവന് മറുപടി നൽകിയില്ല. അതിനുശേഷം അവൻ പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അവിടെ നിന്നും അവൻ ആ വരുത്തുപോക്കെന്ന ആ ഒരു മഹാസംഭവത്തെ അവൻ കണ്ടു. അവൻ അവൻ്റെ കഥ എനിക്ക് വിശദമായി പറഞ്ഞു തരികയും ചെയ്തു. ആ കഥ എൻ്റെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങളത് കേട്ട് മഷഹൂറിനുണ്ടായ അനുഭവം അതവൻ്റെ തെറ്റിദ്ധാരണയാണോ, അല്ലെങ്കിൽ അതവന് റിയലായിട്ട് ഉണ്ടായ അനുഭവമാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടാവുന്നതാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്നാണോ നേരിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത്, അതുവരെ ഈ കഥകളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്.